രക്തദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ വ്യവസായ പ്രമുഖൻ കട്ടപ്പുറത്ത് കുട്ടപ്പൻ നീന്തുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളിലെല്ലാം കുറുകെ നീന്തി രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനാണ് കട്ടപ്പുറത്ത് കുട്ടപ്പൻ നീന്തുന്നതെന്ന് വ്യക്തമാക്കി. കുട്ടപ്പൻ നേതൃത്വം നൽകുന്ന വ്യവസായ വകുപ്പ് 10 ലക്ഷം രൂപ സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കൈമാറും. നീന്തൽ പരിപാടിയുടെ സമാപന ദിവസം നിളാനദീ തീരത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ചായിരിക്കും തുക കൈമാറുന്നത്. ഇയാളീ പൊയേന്റെ കുറുകെ നീന്തിയോണ്ട് എല്ലാരും പോയിട്ട് രക്തദാനം ചെയ്യും. ഓരോ വട്ട് അല്ലാണ്ടെന്താ പറയൂ. മൂപ്പർ നീന്തുന്നെങ്കിലും നീന്തിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാതിരി എന്തിനെങ്കിലും ഒന്ന് വിമർശിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കം വരൂല. എന്റെ പാത്തു, എന്തിനും നമ്മൾ അങ്ങനെ വിമർശിക്കൂല. ഇതൊക്കെ വെറുതെ ഈ പ്രശസ്തി കിട്ടാനുള്ള പരിപാടിയാണ്. ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞേട്ടാ, നമ്മളും വായിച്ചതാ വാർത്ത. മൂപ്പര് 10 ലക്ഷം ഉറുപ്പിക ഗവൺമെന്റിന് കൊടുക്കണേ. നിങ്ങൾ കൊണ്ട് പറ്റുമോ കൊടുക്കാന്? 10 ലക്ഷം പോട്ടെ, 1000 ഉറുപ്പിക കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ 10 കൊല്ലം മീൻ വിറ്റാ പോലും 1000 ഉറുപ്പിക മിച്ചം കിട്ടൂല. ഈ മാതിരി ഒരു പരിപാടിക്ക് നിങ്ങളെ കൊണ്ട് കൊടുക്കാനും പറ്റൂല. എന്നിട്ടാണ് കൊടുക്കുന്നവരോരോരുത്തരെ കുറ്റം പറയാൻ ഇറങ്ങിക്കണേ. അല്ല, നാണല്ലേ ഇങ്ങക്ക്? ഏയ്, നമ്മളെ കൊണ്ടാവും പോലെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പല നല്ല പരിപാടിക്കും. പക്ഷെ കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു നടക്കല്ലേ. 10 ഉറുപ്പിക 50 ഉറുപ്പിയൊക്കെ അല്ലേ നിങ്ങൾ കൊടുക്കല്? അതൊക്കെ പറഞ്ഞു നടന്നാലേ കേൾക്കുന്നവർ പുച്ഛിക്കൂ. അതിന് നമ്മളത് പറഞ്ഞു നടക്കുന്നില്ലല്ലോ. ഒരു കൈ കൊടുക്കണത് മറ്റേ കൈ അറിയാൻ പാടില്ല എന്നാണ്. പിന്നെ ഒരു കൈ കൊടുക്കണേ നോക്കി കുത്തിരിക്കല്ലേ മറ്റേ കൈ. നിങ്ങളൊന്ന് പോയാടി. ഏയ്, ഒന്ന് മുണ്ടാടെ പോവാൻ നോക്ക്. ഇല്ല എന്റെ വായിലിരിക്കണത് കേൾക്കും എനിക്ക്. അതിപ്പോ നമ്മള് പോയാലും പോയില്ലെങ്കിലും നിങ്ങൾ പറയാനല്ലോ. നിങ്ങൾ പറയേ ഇങ്ങോട്ട് നോക്ക്. നമ്മളൊന്നിനും ഇല്ല. നമ്മളൊരു കാര്യത്തിന് അഭിപ്രായം പറഞ്ഞു പോയതാ. ഈ ക്ഷമിച്ചേക്ക്. നിങ്ങളൊരു അഭിപ്രായം എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യം ആരെങ്കിലും ചെയ്യുമ്പോ വന്നു ഓരോരോ അലാഖിലെ അഭിപ്രായവുമായിട്ട്. അല്ലേ, നിങ്ങൾ ആരാണ് ഞങ്ങളെ വിചാരോ? നമ്മള് MAT മൂസ. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് ഞമ്മള്. പിന്നെ ഒരു ഇന്ത്യൻ പൗരൻ കണ്ടേച്ചാലും മതി പൗരനാ. നിങ്ങൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ വേറൊരു ഇന്ത്യൻ പൗരൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സുമാണോ? മനസ്സിലായോ? മനസ്സിലായോ ഇന്ത്യൻ പൗര? മനസ്സിലായി ഇന്ത്യൻ പൗരിയെ. ഇങ്ങോട്ടോക്ക്. ഞമ്മക്ക് ഞമ്മളതായിട്ടുള്ള അഭിപ്രായം ഉണ്ട്. അത് സ്വന്തം പെരയിൽ തുറന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. എന്തേ തേച്ച കാണിച്ചോടി. എന്തെങ്കിലും ഒരു പേരോ പ്രശസ്തിയോ കിട്ടുന്ന അല്ലെങ്കിലും നിങ്ങൾക്ക് കണ്ടൂടാ. അസൂയക്കാരി. അതാ നല്ലേ. ഇപ്പൊ കൊറേ മനുഷ്യന്മാരിറങ്ങിക്കണം. അത്യാവശ്യം പൈസ ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ പ്രശസ്തിക്ക് വേണ്ടിയുള്ള ഇങ്ങനെ നെട്ടോട്ടാ. അതിനെന്തൊക്കെ കോലം കെട്ടാൻ പറ്റുമോ അതൊക്കെ കെട്ടിക്കോളും. നാട് നീളപ്പം ഇങ്ങനെയുള്ള ഓരോ ഫ്ലക്സാ, പേരും പ്രശസ്തിയും. അത് മാത്രാ ചിന്ത. ഓരോരുത്തർ ഇറങ്ങിക്കോളും. നമ്മളതിനൊന്നും കിട്ടൂല.